നോമ്പിൻ്റെ 6-ാം ദിവസം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ. യേശു 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീശൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ഈ വചനത്തിൽ യേശു 40 ദിവസം ഉപവസിച്ചതായി കാണുവാൻ സാധിക്കുന്നു. 40 ദിവസം ഉപവസിച്ചതിന് ശേഷം പൈശാചിക ശക്തി യേശുവിനെ പരീക്ഷിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടിനെ പൈശാചിക ശക്തി പരീക്ഷിച്ചു എങ്കിൽ ഈ ലോകത്തിൽ സാധാരണക്കാരായി ജീവിക്കുന്ന നമ്മളെ ശത്രു എന്തുമാത്രം വേട്ടയാടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ പ്രാർത്ഥനയിലും നമ്മുടെ നല്ല പ്രവൃത്തിയിലും ഈ പൈശാചികനെ, ഈ തിന്മശക്തിയെ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റേണ്ട ആവശ്യകതയുണ്ട്. ഒന്നുകൂടെ വചനധ്യാനത്തിലും ഒന്നുകൂടെ നമ്മളെ വിശുദ്ധീകരിച്ച് ഒന്നുകൂടെ എളിമപ്പെട്ട് ഈ നോമ്പ് കാലഘട്ടം ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.